അതായത് നമസ്കാരം. ഒരു ചെറിയൊരു യാത്ര പോകാൻ തീരുമാനിച്ചു. ഒരു വൺ ഡേ ട്രിപ്പ്. റാണിപുരത്തേക്ക് പോയാലോ എന്നുള്ളൊരു ചിന്തയാണ്. മെല്ലെ വിട്ടേക്കാം. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ പനത്തടി പഞ്ചായത്തിലാണ് റാണിപുരം. 1970കളിൽ കോട്ടയത്തെ കത്തോലിക്ക രൂപത കോടോത്ത് കുടുംബത്തിൽ നിന്ന്, വലിയൊരു കുടുംബമാണ് പഴയ കോടോത്ത് കുടുംബത്തിൽ നിന്നും കുടിയേറ്റത്തിന് വേണ്ടി വാങ്ങുകയായിരുന്നു ഈ മല. അപ്പോൾ അതിന് പരിശുദ്ധ മറിയത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ സമയത്ത് റാണിപുരം എന്ന പേര് കൊടുത്തു. പയ്യന്നൂർ ഭാഗത്ത് നിന്ന് പോകുമ്പോൾ ഈ വഴിയായിരിക്കും നല്ലത്. ഇത് കോത്തായിമുക്കാണ്. കോത്തായിമുക്കുന്ന് ചെറുപുഴ റോഡിൽ കയറി കഴിഞ്ഞാൽ കാങ്കോലെന്ന് ചീമേനി റോഡിലേക്ക് കയറാം. പിന്നെ മുക്കടപ്പാലം വഴി അങ്ങനെ 64 കിലോമീറ്റർ ആണ്. ഈ വഴിയായിരിക്കും നമുക്ക് ഗൂഗിൾ മാപ്പും കാണിച്ചു തരണം. ഈ ഭാഗം ഇതാണ് ഈ മുക്കടപ്പാലം എന്ന് പറയുന്നത്. സമയം ഇപ്പോൾ ഒരു 2 മണിയായി. ഇപ്പോൾ വെള്ളരിക്കുണ്ടാണ്. ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലമൊന്നും കാണുന്നില്ല. അപ്പം ഇന്ന് ഞായറാഴ്ചയല്ലേ, SBIൻ്റെ പാർക്കിംഗ് തന്നെ വെച്ചേക്കാം. അതായിരിക്കും നല്ലത്. റാണിപുരം ശരിക്ക് കടൽ നിരപ്പിൽ നിന്ന് 1048 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു കൊടുമുടിയാണ്. അപ്പോൾ അതേപോലെ കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം 45 കിലോമീറ്റർ കിഴക്കാണ് ഇതിൻ്റെ ഒരു ദിശ വരുന്നത്. പാണത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്നിട്ടാണ് വരുന്നത്. നല്ല അതിൻ്റെ ഒരു പ്രകൃതി സൗന്ദര്യം ശരിക്ക് ഊട്ടി പോലെയൊക്കെ നമുക്ക് പറയാമെങ്കിലും ഊട്ടിയെ പോലെ അത്രയും തടാകങ്ങളൊന്നും റാണിപുരത്തില്ല. ഇപ്പൊ പനത്തടി എത്തി. പനത്തടിന്ന് ശരിക്കും 9 കിലോമീറ്റർ റൈറ്റിലേക്ക് പോകണം. ഇത് നമ്മളിപ്പോൾ ഇവിടെ കാണും. നമ്മളെ വെൽക്കം ബോർഡ്, റാണിപുരം എന്ന് എഴുതിയ വെൽക്കം ബോർഡ് ഇപ്പം ഇവിടെ കാണാം, മുകളിലുണ്ട്. അപ്പോൾ ഈ വഴിക്ക് നമ്മളിപ്പോൾ 9 കിലോമീറ്റർ പോയാൽ നമ്മുടെ റാണിപുരം എന്ന് പറയുന്ന സ്ഥലത്തെത്താം. ഓക്കെ. ഇനി അങ്ങോട്ട് നല്ലൊരു രസമുള്ള കാഴ്ചയാണ്. കാരണം എന്താ വെച്ചാൽ പുറത്ത് ഒരു തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തുള്ള തണുപ്പ് നമുക്ക് ഇങ്ങനെ അകത്ത് എത്തുന്ന പോലെയൊക്കെ നമ്മളെ കാറിൻ്റെ വണ്ടിയുടെ തണുപ്പാണെങ്കിൽ നമുക്ക് അത് കാഴ്ചകളില്ലാതെ ഒരു തണുപ്പ് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, മുകളിൽ നമുക്ക് ഈ ഒരു മലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ഒരു മലഞ്ചരിവിലൂടെ ഇങ്ങനെ നല്ല റോഡുമാണ്. നല്ലൊരു മെക്കാടം റോഡുമാണ്. നല്ലൊരു സുഖമുള്ളൊരു യാത്ര. കൊല്ലം മുമ്പാണ് വന്നത്. ആ സമയത്ത് ഇങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ റിസോർട്ടും ഒരുപാട് റിസോർട്ടൊക്കെ വന്നു. ഇപ്പോൾ ഒരു റിസോർട്ട് ഇപ്പം കഴിഞ്ഞു. അപ്പം താമസിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നു എന്നാണ് തോന്നുന്നത്. റോഡൊക്കെ നന്നായി. മുമ്പ് ഇങ്ങനെയുള്ള നല്ല റോഡൊന്നും അല്ലായിരുന്നു. ഇതാണ് DTDCന്റെ റിസോർട്ട്. ഇത് മുംബൈ ഉള്ളതാണ്. പക്ഷെ ഇപ്പം പുതുക്കി പണിതുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ഇപ്പം ഇവിടുന്നായിരുന്നു മുമ്പ്. ഇവിടുന്ന് റൈറ്റിലേക്ക് നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ കയറി പോവേണ്ടത്. ഇപ്പോൾ ഇപ്പം നമുക്ക് വണ്ടി വെക്കാനുള്ള ഒരു പാർക്കിംഗ് ഒന്നും ഇവിടെ അല്ല. കുറച്ചുകൂടി മുന്നോട്ടാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇപ്പോൾ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റാണിപുരത്തിൻ്റെ നമ്മുടെ നെയിം ബോർഡ് കണ്ടു. റാണിപുരം. ചെറിയൊരു പണി കിട്ടിയോ എന്ന് ഡൗട്ടുണ്ട്. കാരണം ഇവിടെ 3 മണിക്ക് ക്ലോസ് ആവും അത്രേ. 3 മണിക്ക് ശേഷം ആളെ കടത്തി വിടൂല.
ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൗണ്ടറാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം. രക്ഷയില്ല. ഇപ്പോൾ ആനകളൊക്കെ ഇറങ്ങുന്നൊരു സമയം. അത് മാത്രമല്ല, ഇപ്പം ഇങ്ങനൊരു പഴയതുപോലെയല്ല. ഇപ്പോൾ ഈ 7 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ മാത്രമേ നമുക്ക് ഇവിടെ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ സെക്യൂരിറ്റി റീസൺ തന്നെയാണ്. താഴോട്ട് അവിടുന്ന് ചിലപ്പം ആനകളോ മറ്റു മൃഗങ്ങളോ ഒക്കെ ഉണ്ടാവും. അപ്പം നിലവിൽ ഇപ്പോൾ ആനകളൊക്കെ ഉള്ളൊരു സമയമാണ് ഈ കുറച്ച് വേനൽക്കാലം ഉണ്ടാകുമ്പോൾ. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകൾ കാണാം. 3 മണിക്ക് എത്തിയാലും പോരാ, കാരണം 3 മണിക്ക് നമ്മൾ അവിടുന്ന് മുകളിലെത്തിയവരെയും തിരിച്ചിങ്ങോട്ട് ഇറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 3 മണിക്ക് എത്തിയിട്ട് കാര്യമില്ല. ശരിക്ക് ഒരു 1 മണിക്ക് മുമ്പേ എല്ലാം കയറണം. ശരിക്കും രാവിലെ തന്നെ കയറിയിട്ട് അങ്ങനെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അങ്ങനെ ചെറിയൊരു പണി കിട്ടി തിരിച്ചു പോവാ. മറ്റൊരു ദിവസം വരാം.